നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി വെട്ടിക്കുഴി പണ്ടാരംപാറയിൽ പുലിയിറങ്ങി കോഴികളെ കൊന്നു. ചക്കാലയ്ക്കൽ റോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് പുലി വകവരുത്തിയത്. മാന്നാമംഗലം വെള്ളക്കാരിത്തടം മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. പ്രതിഷേധത്തിനൊരുങ്ങി കർഷകർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതിയൊരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി. പറപ്പൂക്കരയിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന വീട്ടമ്മ പിക്കപ്പ് വാനിടിച്ച് മരിച്ചു. പറപ്പൂക്കര സ്വദേശിനി കുമാരിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി വെട്ടിക്കുഴി പണ്ടാരംപാറയിൽ കോഴിക്കൂട്ടിൽ കയറിയ പുലി കോഴികളെ വകവരുത്തി. ചക്കാലയ്ക്കൽ റോയിയുടെ വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കാണ് പുലി എത്തിയത്. വീടിനോട് ചേർന്നുള്ള കോഴിക്കൂട്ടിൽ കടന്ന് 50ഓളം കോഴികളെ കൊന്നു തിന്നു. ബഹളം കേട്ട് പുറത്തിറങ്ങിയ റോയി ടോർച്ച് തെളിയിച്ച് നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടത്. ഭയന്നുപോയ ഇയാൾ ഉടനെ വീടിനകത്ത് കയറി വാതിലടച്ചു. പിന്നീട് 3 മണിക്കും കോഴിക്കൂട്ടിൽ പുലി എത്തിയെങ്കിലും റോയി പുറത്തിറങ്ങിയില്ല. രാവിലെ നോക്കിയപ്പോൾ കോഴിക്കൂടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകരെത്തി പരിശോധന നടത്തി. പരിസരത്ത് പുലിയെ പിടിക്കാൻ കെണി സ്ഥാപിക്കുമെന്ന് സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു. മാന്നാമംഗലം വെള്ളക്കാരിത്തടം മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് കർഷകർ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുന്നു. കഴിഞ്ഞ 1 മാസക്കാലമായി ആനയിറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഈ മാസം 26-ന് മാർച്ച് നടത്തും. മേഖലയിലെ കർഷകരുടെ വാഴ, കവുങ്ങ്, തെങ്ങ്, റബ്ബർ, കപ്പ തുടങ്ങിയ കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന ആനകൾ ജനവാസ മേഖലയിലേക്ക് കയറുന്നതും പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 8 ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ അടിയന്തരമായ നടപടി സ്വീകരിക്കുക, കൃഷിനാശം സംഭവിച്ചവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുക, ജനവാസ മേഖലയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക, രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുക, RRT ടീമിനെ സ്ഥിരമായി മേഖലയിൽ വിന്യസിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സർവകക്ഷി യോഗം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്മാർട്ട് കൈപ്പമംഗലം സംഘടിപ്പിച്ച അഭിനന്ദനീയം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതിയൊരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയവരെയും മന്ത്രി അനുമോദിച്ചു. സ്മാർട്ട് കൈപ്പമംഗലം ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാൻ KP മനോജ് കുമാറിനെ കലാസംസ്കൃതി പുരസ്കാരവും ദാലിയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ഹംസയ്ക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു. കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സഖറിയ, പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രാപിന്നി, SN വിദ്യാഭവൻ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, എടത്തിരുത്തി SNV LP സ്കൂൾ പ്രധാനാധ്യാപിക നിമ്മി പ്രവീൺ തുടങ്ങിയവരും പങ്കെടുത്തു. പറപ്പൂക്കരയിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന വയോധിക പിക്കപ്പ് വാനിടിച്ച് മരിച്ചു. പറപ്പൂക്കര സ്വദേശി മേലേമഠത്തിൽ ഗോപിനാഥിന്റെ ഭാര്യ 62 വയസ്സുള്ള കുമാരിയാണ് മരിച്ചത്. പരിക്കേറ്റ ഗോപിനാഥിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കുമാരിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരത്താക്കരയിൽ വിവാഹ നിശ്ചയത്തിന് പോയി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. വീട്ടിലേക്ക് തിരിക്കുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന പിക്കപ്പ് വാൻ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ പിക്കപ്പ് വാൻ നാട്ടുകാർ പിന്തുടർന്നാണ് പിടികൂടിയത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ഇരട്ടപ്പുഴ കോളനിപ്പടിക്കടുത്ത് തെക്കൻ ഹനീഫയുടെ മകൻ 25 വയസ്സുള്ള അബ്ദുള്ളയാണ് മരിച്ചത്. പരിക്കേറ്റ അബ്ദുള്ളയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബംഗളൂരുവിലെ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു.
പഴയന്നൂർ എളനാട് റോഡിലെ കുഴിച്ചപ്പുള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പത്തിരിപ്പാല സ്വദേശികളായ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. നായ കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. പനിയെ തുടർന്ന് വീട്ടിൽ വെച്ച് പാത്രത്തിൽ വെള്ളം ചൂടാക്കി ആവി പിടിക്കുന്നതിനിടെ പൊള്ളലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി വീട്ടിൽ കളപ്പുരയ്ക്കൽ വീട്ടിൽ മെയ്ജോയുടെ മകൻ 14 വയസ്സുള്ള ഏഞ്ചലോ ആണ് മരിച്ചത്. പൊള്ളലേറ്റ കുട്ടിയെ ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടനെല്ലൂർ സെയിന്റ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മാള കെ കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറും ആരോഗ്യവകുപ്പ് ഡയറക്ടറും സമർപ്പിച്ച പ്രകാരമുള്ള ഡോക്ടർമാരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ജീവനക്കാർക്കൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നും വിധിയിൽ പറയുന്നു. ഡോക്ടർമാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവും സംബന്ധിച്ചുള്ള പട്ടിക ജില്ലാ മെഡിക്കൽ ഓഫീസറും ഡയറക്ടറും സർക്കാരിനെ സമർപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ ദിനംപ്രതി ശരാശരി 600 രോഗികൾ OP വിഭാഗത്തിൽ എത്തുന്നുണ്ട് എന്നും ഡോക്ടർമാരുടെ എണ്ണം പര്യാപ്തമല്ല എന്നുമായിരുന്നു റിപ്പോർട്ട്. നിലവിൽ ഒരു സിവിൽ സർജൻ, 2 അസിസ്റ്റന്റ് സർജന്മാർ, ഒരു ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ, ഒരു NHM ഡോക്ടർ എന്നിവരാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സായാഹ്ന OPക്കായി പഞ്ചായത്തിന്റെ സഹായത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡോക്ടറെ നിയമിച്ചിരുന്നു. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പണം സർക്കാർ കൊണ്ടുപോകുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതി സംഘടിപ്പിച്ച ആദരവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് അംഗം KP അജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു തോമസ്, വാർഡ് അംഗം ലിൻസി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മാള മേലടൂരിൽ സംഘടിപ്പിച്ച ജവഹർ ബാൽ മഞ്ച് ജില്ലാ ക്യാമ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ N ഗിരീഷ് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസാർ വിഷയാവതരണം നടത്തി. സംസ്ഥാന ചെയർമാൻ സുരേഷ് K കരുൺ, ബ്ലോക്ക് ചെയർപേഴ്സൺ ശോഭന ഗോകുൽനാഥ്, അനൂപ് പണിക്കശ്ശേരി, VK സുജിത്ത്, കുട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹാദി ഹസൻ, NS വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ യോഗാദിന പുരസ്കാരം ആധ്യാത്മിക പ്രസ്ഥാനമായ ലയൺ മയൂര റോയൽ കിങ്ഡം സ്ഥാപകൻ രജിത് കുമാറിനെ സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പെരുന്തട്ട ക്ഷേത്രത്തിലെ നാഗഹാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ, PS പ്രേമാനന്ദൻ, കീഴേടം രാമൻ നമ്പൂതിരി, പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള തെക്കൻ താണിശ്ശേരിയിൽ കാണാതായ ആളുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. പഞ്ഞിക്കാരൻ വീട്ടിൽ 63 വയസ്സുള്ള പൗലോസാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഇയാളെ കാണാതായത്. വീടിനു സമീപം ബന്ധുവിന്റെ പേരിലുള്ള സ്ഥലത്തിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്.
മഴയിൽ തകർന്ന തയ്യൂർ ആലിക്കൽച്ചിറ പാലത്തിനോട് ചേർന്നുള്ള താൽക്കാലിക നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് AC മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കാൽനടയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും സഞ്ചരിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് റോഡ് പുഴയിൽ വെള്ളം കയറി ഉയർന്നതിനെ തുടർന്ന് തകർന്നുപോയത്. കിലോമീറ്ററുകളോളം ദൂരം ചുറ്റി സഞ്ചരിച്ചാണ് തയ്യൂർ പ്രദേശവാസികൾ എരുമപ്പെട്ടിയിലേക്കും സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും എത്തുന്നത്. ബസ് സർവീസ് ഇല്ലാത്തതിനാൽ വലിയ തുക നൽകി ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളെയാണ് വിദ്യാർത്ഥികളും തൊഴിലാളികളും ആശ്രയിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിലാണ് MLA നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. വയോജന ക്ലബ്ബ് ഒരുക്കിയ യോഗ പരിശീലനത്തിൽ ചുറുചുറുക്കാർന്ന ആരോഗ്യ ജീവിതം കൈവരിക്കുന്നതിന്റെ സന്തോഷത്തിൽ വയോജന കൂട്ടായ്മ. അരിമ്പൂരിലെ വയോജന ക്ലബ്ബാണ് വേറിട്ട മാതൃകയാകുന്നത്. അരിമ്പൂർ കൈപ്പള്ളി ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിലെ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗ പരിശീലന കളരിയിൽ അംഗങ്ങളെല്ലാവരും ആവേശത്തിലാണ്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചിട്ടയായ പരിശീലനമാണ് ഇവിടെ നിന്നും നേടുന്നത്. 50 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവരാണ് യോഗ പരിശീലിക്കാനായി ഇവിടെ എത്തുന്നവരിൽ അധികവും. മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവരും യോഗ പരിശീലിക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. രാവിലെ 1.5 മണിക്കൂർ നേരമാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ മുകളിൽ സൗജന്യമായി പരിശീലനം നൽകുന്നത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി വിരമിച്ച പ്രസന്നയും ലക്ഷ്മി സുധയുമാണ് പരിശീലകർ. ക്യാപ്റ്റൻ ലക്ഷ്മി അംഗൻവാടിയിൽ വന്നിട്ട് ഞാൻ വയോജനങ്ങൾക്ക് ഞാനും ലക്ഷ്മി കൂടിയിട്ടാണ് ഈ വയോജനങ്ങൾക്ക് യോഗ പരിശീലനം നടത്തി വരുന്നത്. ഈ യോഗ പരിശീലനത്തിൽ അമ്മൂമ്മമാരുടെ കൂടെയും കുട്ടികൾ വരുന്നുണ്ട്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആൾക്കാരാണെങ്കിൽ പരിശീലനത്തിനായിട്ട് വരുന്നത്. വീട്ടമ്മമാരുണ്ട്. അവർക്കെല്ലാം പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായിരുന്നു എന്നാണ് യോഗയ്ക്ക് വരുമ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം മാറി വളരെ ഭയങ്കര ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ്. യോഗ പരിശീലനാർത്ഥികളെ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ്, വാർഡംഗം KR ബാബുരാജ്, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് സുകുമാരൻ കടവാതുക്കൽ, സെക്രട്ടറി ലില്ലി റാഫേൽ, കോർഡിനേറ്റർ സുകുമാരൻ കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. സംവിധായകൻ പ്രിയനന്ദനന്റെ സിനിമാ ജീവിതത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. ഒല്ലൂർ ജോൺ അക്കര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ സാംസ്കാരിക പ്രവർത്തകൻ അഗസ്റ്റിൻ കുട്ടനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വൈലോപ്പള്ളി സ്കൂൾ പ്രിൻസിപ്പാൾ AV വിജന അധ്യക്ഷത വഹിച്ചു. പോളി ജോസ്, സന്ദീപ് സഹദേവൻ, VR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗ ഇൻസ്ട്രക്ടർ സിൽജ ജോഷിയെ വസതിയിലെത്തി അനുമോദിച്ചു. വിചാർ വിഭാഗ് മണ്ഡലം ചെയർമാൻ വിനോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തുറയൻ സിൽജ ജോഷിയെ ഷാളണിയിച്ച് അനുമോദിച്ചു. നേതാക്കളായ രാമൻ നമ്പൂതിരി, സജീവൻ ഞാറ്റുവെട്ടി, ശിവാജി കൈപ്പുള്ളി, സുകേഷ് പൊറ്റേക്കാട്ട്, രേണുക റിജു എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മുക്കാട്ടുകര ഹരിശ്രീ ഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. യോഗാചാര്യ ഗൗരി നേതൃത്വം നൽകി. രക്ഷാധികാരികളായ രാധീഷ് ബാലഗോകുലം, സുധ, ശുഭലക്ഷ്മി, ജ്യോതി ബാലൻ, താലൂക്ക് ഭഗിനി പ്രമുഖയായ സുജ പ്രദീപ്, ശീതൾ, നന്ദിനി, വിവേക്, ശ്രീലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം സുരേഷിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണുണ്ടായത് കനത്ത നഷ്ടം. അധികൃതരുടെ ഭാഗത്തുനിന്നും കടുത്ത അനാസ്ഥയാണ് സുരേഷിന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. തന്റെ പഴയ വീടിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ചേർപ്പ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് മഴയും കാറ്റും കാരണം തെങ്ങ് വീണ വീടിന് സാരമായ നാശനഷ്ടം സംഭവിക്കുകയാണ് ഉണ്ടായത്. കുന്നംകുളം ആസ്ഥാനമായ CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ബഥനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി OJ ജനീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. K. രാധാകൃഷ്ണൻ MP, ഗായിക നിത്യ മാമൻ, മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായി. നിർധന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ NK അക്ബർ MLA വിതരണം ചെയ്തു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പ്രതിഭാദനം നിർവഹിച്ചു.
കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ എന്നിവർ സംസാരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KC ജോസ്, KM എഡ്വിൻ, VK പ്രമോദ്, അബ്ദുസമദ് NV, PM സോമൻ, വിജു CI, ബാബു പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV കുന്നംകുളം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. തയ്യൂർ ആലുക്കൽ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാത്തതിലും ബദൽ നടപ്പാത പുനർനിർമ്മിക്കാത്തതിലും BJP പ്രതിഷേധിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അതിവേഗം എത്തിച്ചേരേണ്ട പ്രധാന റോഡാണ് ഇത്. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TS സുമൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ, പഞ്ചായത്ത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ വേലൂർ, തയ്യൂർ ബൂത്ത് പ്രസിഡന്റ് C സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് MRRM ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി വാർഷിക പൊതുയോഗം കവിയും നാടൻപാട്ട് കലാകാരനുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TV തിലകൻ, CR വർഗീസ്, ലഫ്റ്റനന്റ് കേണൽ പ്രശാന്ത് റെജി ജോൺ, മിനി രാധാകൃഷ്ണൻ, PS സുജാത, M മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വിരിഞ്ഞ് ഏതാനും ദിവസം മാത്രം പ്രായമായ പാമ്പിനെയാണ് പിടികൂടിയത്. പത്തി വിടർത്തി ആക്രമിക്കാൻ ശ്രമിച്ച പാമ്പിനെ കണ്ട് താമസക്കാർ പരിഭ്രാന്തരായി. തുടർന്ന് ദേവസ്വം അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച പൾമണോളജി സമ്മേളനം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതായി. പ്ലൂറോകോൺ എന്ന പേരിൽ പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ നടന്ന സമ്മേളനം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അഖിൽ പോൾ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പേറ്റന്റ് ലഭിച്ച ഇൻഡ്വെല്ലിംഗ് പ്ലൂറൽ കാത്തറ്റർ സെറ്റിന്റെ ഔദ്യോഗിക പ്രകാശനം ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പിതാവ് പോൾ നിർവഹിച്ചു. ചികിത്സാ ചെലവ് ഗണ്യമായി കുറച്ച് കൂടുതൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാനാകുമെന്ന സവിശേഷതയാണ് ഈ IPC സെറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. APCCM മുൻ പ്രസിഡന്റ് ഡോക്ടർ ഡേവിസ് പോൾ, APT പ്രസിഡന്റ് ഡോക്ടർ തോമസ് ജോർജ്, ഇൻസ്കോൺ പ്രതിനിധികളായ അജേഷ് ഷാൻ, പ്ലൂറോകോൺ ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ അഖിൽ പോൾ, സെക്രട്ടറി ഡോക്ടർ ജിബിൻ ജെയിംസ്, സയന്റിഫിക് ഹെഡ് ഡോക്ടർ ബോധി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ സെഷനുകളിലായി പൾമണറി മേഖലയിലെ 40ഓളം വിഷയങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖർ വിഷയാവതരണം നടത്തി. ഫാക്കൽറ്റി അംഗങ്ങളും പ്രതിനിധികളുമായി 200ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. മണലൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ EMS റോഡിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA മുരളി പെരുന്നെല്ലി, ജ്യോതി ലക്ഷ്മി വസന്തൻ, PK കൃഷ്ണൻ, ആശാ സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്.
കാരമുക്ക് SNG സ്കൂളിൽ ഹൈസ്കൂൾ തല മിനി വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ പ്രീത P. രവീന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് ജയന്തി N. മേനോൻ, PTA പ്രസിഡന്റ് PB ജോഷി, മാനേജർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉയിരിന്റെ പന്താണ് ഉരുളണതെന്താണ് ഉയിരിന്റെ പന്താണ് ഉരുളണതെന്താണ്. അർബുദ രോഗബാധിതനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. തിരുവല്ലുവാമല സ്വദേശി ഷിബുവാണ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത്. തിരുവല്ലുവാമല പഞ്ചായത്തിലെ 13-ാം വാർഡ് കുണ്ടുകാട് ഉന്നതിയിൽ പുളിക്കപ്പറമ്പിൽ വീട്ടിൽ PT ഷിബു മാസങ്ങളായി ക്യാൻസർ ബാധിതനാണ്. തിരുവനന്തപുരം RCCയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇപ്പോൾ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർ ചികിത്സയിലാണ്. ഭാര്യയും 3 മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഷിബുവായിരുന്നു. സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന ഷിബുവിന്റെ ചികിത്സാ ധനസമാഹരണത്തിനായി പഞ്ചായത്ത് അംഗം ഷമീർ അലി ചെയർമാനും മുൻ പഞ്ചായത്ത് അംഗം KM രാധിക കൺവീനറും ഹക്കീം അലി ട്രഷററായും ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. ഷിബുവിനെയും കുടുംബത്തെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുവല്ലുവാമല ഗ്രാമീൺ ബാങ്കിലെ 406061104686 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ധനസഹായം നൽകാവുന്നതാണ്. TCV തിരുവല്ലുവാമല. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി അമ്മമാരുടെ കൈകൾ പിടിച്ച് കുട്ടികൾ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ ലൈബ്രറിയുടെ ചരിത്രം, പ്രവർത്തനങ്ങൾ, അംഗത്വം എന്നിവയെക്കുറിച്ച് ലൈബ്രറിയൻ EV ഉണ്ണികൃഷ്ണൻ കുട്ടികൾക്ക് വിശദീകരിച്ചു. വിവിധ ഡിവിഷനുകളിലെ ബാലസഭയിൽ നിന്നുള്ള 40 കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വേലൂർ ഫൊറോന കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് അസീസി വർഷം പരിസ്ഥിതി സംരക്ഷണ മാസമായി ആചരിച്ചു. വേലൂർ അർണോസ് പാതിരി ദേവാലയാങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ട് തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ട്വിങ്കിൽ വാഴപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ഫൊറോന ജനറൽ കൺവീനർ PP യേശുദാസ്, ജനറൽ സെക്രട്ടറി ജിൻഡോ പാറന്നൂർ, ലീന ആന്റണി, പഞ്ചായത്ത് മെമ്പർ ഷൈനി ഫ്രാൻസിസ്, ജിജോ തയ്യൂർ, വിജോയ് തലക്കോടൻ, OK ജോസഫ്, OP കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. മനക്കൊടി കിഴക്കുംപുറം ഏലോത്ത് നനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശം ആരംഭിച്ചു. 11 ദിവസം നീണ്ടുനിൽക്കുന്ന ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. 24-നാണ് പ്രതിഷ്ഠാദിനവും പ്രസാദ ഊട്ടും. 27-ന് നടതുറപ്പ് മഹോത്സവത്തോടെ ചടങ്ങുകൾ സമാപിക്കും. ക്ഷേത്രം മേൽശാന്തി മനോജ് തിവാരി, ക്ഷേത്രം പ്രസിഡന്റ് സുകുമാരൻ പാലിശ്ശേരി, സെക്രട്ടറി മോഹനൻ കുറുവീട്ടിൽ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. തിരുവല്ലുവാമലയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ അംബിക രാമകൃഷ്ണൻ, ദിലീപ്, അമ്പിളി എന്നിവർ ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ആശ്രയമായ ഹോട്ടൽ പൂട്ടിയിട്ട് 6 മാസം പിന്നിട്ടുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. 30 രൂപയ്ക്ക് ഊണ് നൽകിയിരുന്ന ഹോട്ടൽ നിരവധി തൊഴിലാളികളുടെ ആശ്രയമായിരുന്നു. ഹോട്ടൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി. സാധാരണക്കാരായ നിത്യവരുമാനക്കാരായ ഓട്ടോ തൊഴിലാളികൾ, മറ്റു ഡ്രൈവർമാർ, അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സേവനങ്ങൾക്ക് വരുന്നവർ, അതുപോലെ നമ്മുടെ ഹോമിയോപ്പതി ആയുർവേദ ആശുപത്രികൾക്ക് വരുന്നവർ, ക്ഷേത്രത്തിലേക്ക് വരുന്നവർ എന്നിവർക്കൊക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ 30 രൂപ നിരക്കിൽ നല്ല വൃത്തിയോടുകൂടിയുള്ള ഭക്ഷണമാണ് ഇവിടുന്ന് ലഭ്യമായിരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം, ഈ ഹോട്ടലിൻ്റെ ജനകീയ ഹോട്ടലിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചത് അവരോടൊക്കെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇതിനെതിരെ വലിയ ജനപ്രശ്നം തന്നെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. ഇനി വാണിജ്യം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ച ഔറക്സ് ബിൽഡേഴ്സിന്റെ ആദ്യ റെസിഡൻഷ്യൽ പദ്ധതിയായ ഔറക്സ് ലിയാർഡിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് തൃശൂരിൽ നടന്നു. പുതിയ പ്രീമിയം പദ്ധതിയായ ഔറക്സ് ബ്രൂക്ക് സൈഡിന്റെ ലോഞ്ചിങ്ങും ഇതോടൊപ്പം നിർവഹിച്ചു.
ഔറക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായ ചലച്ചിത്ര താരം ഭാവന ഔറക്സ് ലിയാഡ് പദ്ധതിയിലെ ഫ്ളാറ്റ് ഉടമകൾക്കുള്ള താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വികസിപ്പിക്കുന്ന പുതിയ ആഡംബര റെസിഡൻഷ്യൽ പദ്ധതിയായ ഔറക്സ് ബ്രൂക്ക് സൈഡിന്റെ ലോഞ്ചിങ്ങും ഭാവന നിർവഹിച്ചു. ഔറക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പോലോത്ത് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, ഔറക്സ് ബിൽഡേഴ്സ് ഡയറക്ടർമാരായ അജിത് കുമാർ പണിക്കത്ത്, സുരേഷ് കുമാർ പണിക്കത്ത്, CM ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപഭോക്താക്കൾ, നിക്ഷേപകർ, ബിസിനസ് പങ്കാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഔറക്സ് ബിൽഡേഴ്സിന്റെ വളർച്ചയിലെയും വിശ്വാസ്യതയിലെയും മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി ഔറക്സ് ബ്രൂക്ക് സൈഡ് മാറുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടേണ്ട നമ്പർ 9846007474. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി വെട്ടിക്കുഴി പണ്ടാരംപാറയിൽ പുലിയിറങ്ങി കോഴികളെ കൊന്നു. ചക്കാലയ്ക്കൽ റോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് പുലി വകവരുത്തിയത്. മാതാമംഗലം വെള്ളക്കാരിത്തടം മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. പ്രതിഷേധത്തിനൊരുങ്ങി കർഷകർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി. പറപ്പൂക്കരയിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന വീട്ടമ്മ പിക്കപ്പ് വാനിടിച്ച് മരിച്ചു. പറപ്പൂക്കര സ്വദേശിനി കുമാരിയാണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി.